ഇപ്പോൾ ഒരു സ്കാം നടക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ഷോപ്പ്, മൊബൈൽ ഷോപ്പെല്ലാം ഇവരെ മെയിൻ ടാർഗറ്റ് വരുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് ഫേസ്ബുക്കിൽ ഒരു ടെക്സ്റ്റ് വന്നു, ഒരു ലാപ്ടോപ്പ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ആൾ എഗ്രി ആയി, ആൾക്ക് വേണമെന്ന് പറഞ്ഞു. ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞപ്പോൾ വാട്സപ്പിൽ അയക്കാമെന്ന് പറഞ്ഞു. വാട്സപ്പ് നമ്പർ കൊടുത്തു. ഒരു നൈജീരിയൻ നമ്പർ എന്നാണ് ടെക്സ്റ്റ് വന്നത്. ലൊക്കേഷൻ അയച്ചു തന്നു. കോളിംഗ് നമ്പർ ചോദിച്ചപ്പോൾ ഇല്ല, നാട്ടിലെ നമ്പറേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡെലിവറി ഗൈനെ വിളിച്ച സമയത്ത് ആൾക്ക് ഇതുപോലൊരു അനുഭവം മുന്നുണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ആൾ പറഞ്ഞത് ഫ്രോഡാണെന്ന്. അപ്പോൾ നോക്കിയാലെന്ന് വിചാരിച്ചിട്ട് കസ്റ്റമർ അടുത്ത് പറഞ്ഞു ഒരു 15 മിനിറ്റ് കൊണ്ട് ഡെലിവറി വരും, അവൈലബിൾ ആണല്ലോ എന്ന് പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കസ്റ്റമർ തിരിച്ച് പറഞ്ഞു എനിക്കൊരു ഹെൽപ്പ് കൂടെ വേണം, ഒരു ഐറ്റ്യൂൻ്റെ ഗിഫ്റ്റ് കാർഡ്, ഒരു 200 ദിറംസിൻ്റെ കാർഡ് കൂടെ വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ പേയ്മെൻറ്റ് ലാപ്ടോപ്പ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് പേ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിലെ സ്കാം എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഇൻ കേസ് ഈ ഗിഫ്റ്റ് കാർഡ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മളെ ബ്ലോക്ക് ചെയ്യും. പിന്നെ അവരെ തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ ഒരു ഡീറ്റെയിൽ നമ്മളെ കയ്യിലില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം. ഇതുപോലെ കസ്റ്റമർ എന്തെങ്കിലും കൂടെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യാം.